നഗ്രോത്തിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അത് സൈന്യം തന്നെ, വൈറ്റ് നൈറ്റ് കോർപ്സ് തന്നെ അത് സ്ഥിരീകരിക്കുകയാണ്. ആക്രമണം ഉണ്ടായത് സൈനിക കേന്ദ്രത്തിനെതിരെയാണ്. അവിടെ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള ഒരു വിവരം വരുന്നു. റോഷിപ്പാൽ ഉണ്ട് ഇപ്പോൾ വാർഡസ്കിൽ നിന്ന്. റോഷിപ്പാൽ, നേരത്തെ തന്നെ നഗ്രോത്തിയിലെ ആക്രമണ ശ്രമം എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവിടെ ഇപ്പോൾ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം സൈന്യം തന്നെ സ്ഥിരീകരിക്കുകയാണോ? അങ്ങനെയാണ് സായി. നേരത്തെ തന്നെ അങ്ങനെ ഒരു വാർത്തയുണ്ടായിരുന്നു. വാർത്താ ഏജൻസികൾ തന്നെയാണ് ഇങ്ങനെ നഗ്രോത്തിൽ, ജമ്മുവിൽ സൈനിക ക്യാമ്പിന് നേരെ ആക്രമണ ശ്രമമുണ്ടായി എന്ന വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് സൈന്യം തന്നെ അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ്. അവിടെ ഒരു ആക്രമണ ശ്രമം ഉണ്ടായി, അജ്ഞാത ആക്രമണം എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. അവിടെ ഒരു സൈനികന് നിസ്സാരമായ പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ സൈന്യം വിശദീകരിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ഒരു പാകിസ്ഥാൻ്റെ പ്രകോപനത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം അതിനെ വിലയിരുത്തേണ്ടി വരും. ഏതായാലും അത് വലിയ രീതിയിലല്ല എങ്കിൽ പോലും അവിടെ അപ്പോൾ തന്നെ കൂടുതൽ പരിശോധനയും നിരീക്ഷണവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഒരു സൈനികന് നഗ്രോത്തിൽ ഈ ആക്രമണത്തിൽ ഏറ്റിട്ടുണ്ട്. ഏത് തരത്തിൽ ആക്രമണമാണെന്ന് വിശദീകരിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു സ്ഥിരീകരണം കൂടെ ഉണ്ടാകുന്നു. അതായത് ഇപ്പോൾ സൈന്യം തന്നെ പറയുന്നത് സെർച്ച് ഓപ്പറേഷൻസ് ആർ അണ്ടർവേ ടു ട്രാക്ക് ദ ഇൻട്രൂഡർ എന്നുള്ളതാണ്. അപ്പോൾ പരിശോധന ഇപ്പോഴും സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തുടരുന്നുണ്ട്. നിലവിൽ ആ ആക്രമണ ശ്രമത്തെ എളുപ്പത്തിൽ നിർവീര്യമാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ സായി? അപ്പോൾ തന്നെ സൈന്യത്തിന് ആ ആക്രമണ നീക്കം അത് തടയാൻ സാധിച്ചു. പക്ഷേ ഇടയിൽ നമ്മുടെ ഒരു ഭടന് നിസ്സാരമായി പരിക്കേറ്റു എന്ന് മാത്രമാണ്. നിയന്ത്രണത്തിലാണ് അവിടെ. കൂടുതൽ സേനാംഗങ്ങളെത്തി അവിടെ വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ കൂടുതൽ സൈനികർ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഏതായാലും വലിയ അപകടത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ പോലും ഒരു നിസ്സാരമായ ഒരു പരിക്ക് സൈനികരുണ്ടായി. കാരണം അതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വാർത്താ ഏജൻസി വിവരങ്ങൾ നൽകിയിരുന്നു. നമ്മൾ ആ വാർത്ത നൽകിയതാണ്. പക്ഷെ അതിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു നുഴഞ്ഞു കയറ്റ ശ്രമം, ഇൻട്രൂഡർ എന്നാണ് സേന തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ അതിന് ആയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ സേനയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഒരു ജവാൻ അതിനിടെ നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അതും സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സ്ഥിരീകരണം വരികയാണ്. ആരാണ് ഇതിന് പിന്നിൽ എന്നിപ്പോൾ സേന പറയുന്നില്ല. പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ് എന്നാണ് ഇപ്പോൾ വൈറ്റ് നൈറ്റ് കോർപ്സ്, ഇന്ത്യൻ ആർമിയുടെ വൈറ്റ് നൈറ്റ് കോർപ്സ് തന്നെ അവരുടെ എക്സ് ഹാൻഡിലിൽ തരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്.